KTM Duke 790 ശേഷം KTM ഇപ്പോൾ ടോട്ടലി ഒരു പുതിയൊരു മോട്ടോർ സൈക്കിളായിട്ട് വരികയാണ്. KTM Duke 890R എന്ന് പറഞ്ഞൊരു മോട്ടോർ സൈക്കിളാണ്. ഞാൻ ആൽബിൻ വർഗീസ്. എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. KTM Duke 790 എല്ലാവരും വിളിച്ചിരുന്ന അല്ലെങ്കിൽ KTM പറഞ്ഞിരുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിച്ച ഒരു പേര് എന്ന് പറയുന്നത് സ്കാൽപ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരായിരുന്നു. അതിൽ നിന്നും ടോട്ടലി ഒരു പുതിയ അല്ലെങ്കിൽ ടോട്ടലി കുറച്ചും കൂടി ഒരു അഗ്രസീവ് ആയിട്ടുള്ള പേരാണ് KTM Duke 890ക്ക് KTM കൊടുത്തിരിക്കുന്നത്. KTM 890R എന്ന് പറയുന്നത് സൂപ്പർ സ്കാൽപ്പൽ എന്നുള്ള ഒരു പേരിലായിരിക്കും അറിയപ്പെടുക. KTM Duke 890R എന്ന് പറയുന്നത് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു വലിയൊരു ഇലക്ട്രോണിക് പാക്കേജ് തന്നെയായിരിക്കും ഈ ഒരു മോട്ടോർ സൈക്കിളിന് KTM കൊടുത്തിട്ടുള്ളത്. KTM ഫസ്റ്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് KTM Duke 790 ആണ്. KTM Duke 790ക്ക് ശേഷമാണ് KTM 890R എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ വരുന്നത്. KTM Duke 790 ഒരു നല്ലൊരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. പക്ഷെ വിചാരിച്ച ഒരു വിജയം ആ ഒരു മോട്ടോർ സൈക്കിളിന് ലഭിച്ചിട്ടില്ല. അത് നമുക്ക് അവസാനം വരെ അവർ നല്ല റേറ്റ് കുറച്ചിട്ട് വരെ ആ ഒരു മോട്ടോർ സൈക്കിൾ കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെയായിരിക്കും വരാൻ പോകുന്ന KTM Duke 890R എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ. KTM Duke 890 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ ഷോക്കേസ് ചെയ്തത് 2019 നടന്ന EICMA ഓട്ടോ ഷോയിൽ തന്നെയാണ്. KTM Duke 890R എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ ഇന്ത്യയിലേക്ക് വരുന്നത് 2021 KTM Duke 890R എന്ന് പറഞ്ഞത് കുറച്ചും കൂടി വില കൂടിയ ഒരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും. KTM Duke 790 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വില കൂടിയ ഒരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും. KTM Duke 790യുടെ വലിയൊരു പോരായ്മ അല്ലെങ്കിൽ വലിയൊരു സെയിൽ സക്സസ്ഫുൾ ആവാതിരിക്കാനുള്ള കാരണം അതിന്റെ പ്രൈസ് തന്നെയായിരുന്നു. പക്ഷേ നമുക്കറിയില്ല KTM 890Rന്റെ പ്രൈസ് എത്രയായിരിക്കും എന്നത്. എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ് KTM Duke 890Rനെ എക്സ്പെക്ട് ചെയ്യുന്നത്. KTM Duke 890 എന്ന് പറയുന്നത് ഒരു 890cc ആയിട്ടുള്ള പാരലൽ ട്വിൻ എഞ്ചിൻ തന്നെയാണ്. ഈ ഒരു എഞ്ചിൻ ബേസ് ചെയ്തിരിക്കുന്നത് KTM Duke 790 ബേസ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനായിട്ട് തന്നെയാണ് വരുന്നത്. ഈ ഒരു എഞ്ചിന്റെ പവർ എന്ന് പറയുന്നത് 121 PS ഓഫ് പവർ ആണ്. ഈ ഒരു എഞ്ചിന്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 99 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കാണ്. KTM Duke 790യുടെ പവർ എന്ന് പറയുന്നത് 105 PS ഓഫ് പവർ ആണ്. ആ ഒരു എഞ്ചിന്റെ ടോർക്ക് എന്ന് പറയുന്നത് 87 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം പവർ കൂടിയ അതുപോലെ തന്നെ ടോർക്ക് കൂടിയ ഒരു മോഡൽ തന്നെയായിരിക്കും KTM 890R എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ. KTM Duke 890Rന് KTM Duke 790യുടെ സെയിം ഫ്രെയിം തന്നെയാണ് വരുന്നത്. മേജർ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് റാക്ക് ആംഗിൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഷാർപ്പർ ആയിട്ടുള്ള സ്റ്റിയറിംഗ് റാക്ക് ആംഗിൾ ആയിരിക്കും. അതുപോലെ തന്നെ ട്രയൽസും വീൽ ബേസിനും വലിപ്പം കൂട്ടാനായിട്ട് KTM ഈ ഒരു മോട്ടോർ സൈക്കിൾ ശ്രമിച്ചിട്ടുണ്ട്. സീറ്റിംഗ് പൊസിഷന്റെയും അതുപോലെ തന്നെ ഫുഡ് പെഗിന്റെയും കാര്യം പറയുകയാണെങ്കിൽ ഫുഡ് പെഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടി റിയർ സെറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് പെഗ് ആണ്. സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള Duke 790 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ ആണ് KTM Duke 890Rനെ KTM കൊടുത്തിരിക്കുന്നത്. KTM Duke 790യുടെ ഹൈറ്റിന് സീറ്റ് ഹൈറ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ KTM Duke 890Rന്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വലിപ്പം കൂടിയതാണ്. 834 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. ഞാൻ പറഞ്ഞു KTM Duke 790 നിന്നും KTM Duke 890Rന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് തന്നെയാണ്. ലീൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ABS, അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ, റൈഡിംഗ് മോഡ്സ്, വീലി കൺട്രോൾ, ലോഞ്ച് കൺട്രോൾ, ഇത്രയധികം ഇലക്ട്രോണിക് ഫീച്ചേഴ്സ്. ഇത് മാത്രമല്ല ഇനിയുണ്ട്. ഇത്രയധികം ഫീച്ചേഴ്സ് കൊടുക്കാനായിട്ട് KTM ഈ ഒരു മോട്ടോർ സൈക്കിളിന് Duke 890Rന് ശ്രമിച്ചിട്ടുണ്ട്. സസ്പെൻഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ സസ്പെൻഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. Apex USD ഫോക്ക് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ Apex റിയർ മോണോഷോക്ക് സസ്പെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രേക്കിംഗിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രംബോന്റെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള സ്റ്റൈലിമ ബ്രേക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ടും നല്ലൊരു ബ്രേക്കിംഗ് സെറ്റപ്പ് തന്നെയാണ് Duke 890R എന്ന് വന്നിട്ടുള്ള ഈ ഒരു മോഡലിന് KTM കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 14 ലിറ്ററിന്റെ ഫ്യൂൽ കപ്പാസിറ്റിയാണ് Duke 890R എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ വരുന്നത്. ടോട്ടലി Duke 890R എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിളിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ KTM Duke 790യേക്കാളും വലിയ അല്ലെങ്കിൽ KTM Duke 790യേക്കാളും പെർഫോമൻസും അതുപോലെ തന്നെ ഒരു ഹാൻഡ്ലിംഗും തരുന്ന ഒരു മോട്ടോർ സൈക്കിൾ തന്നെയായിരിക്കും KTM Duke 890R എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ. KTM Duke 890R എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ട്രയംഫിന്റെ സ്ട്രീറ്റ് ട്രിപ്പിൾ RS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു മോഡലാണ്. ആ ഒരു മോഡൽ ലോഞ്ച് ചെയ്തിട്ടില്ല. നമ്മുടെ ഈ കൊറോണ വൈറസിന് കാരണം കുറച്ച് അവരുടെ ലോഞ്ച് ഒക്കെ നീട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ടോട്ടലി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള Duke 790യിൽ നിന്നും ടോട്ടലി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ തന്നെയായിരിക്കും KTM Duke 890R എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ. നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അണ്ടിൽ ദെൻ, ചാओ.